പെട്ടെന്ന് ചേട്ടൻ്റെ ഫോണിൽ വിളിച്ചു, ചേട്ടൻ എവിടാന്നറിയാം. എന്നിട്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോഴെങ്കിൽ ചെറിയ പേടി തോന്നി. എന്നിട്ടും ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞ്. എന്നിട്ട് വീട്ടിൽ അമ്മ വന്ന് 11 ആയപ്പോൾ ഞാൻ അറിഞ്ഞത് എന്നെ വിട്ടു പോയെന്ന്. ഇതുവരെ അവർ നല്ല രീതിയിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ അല്ലലുകളൊന്നും അവരെ അറിയിച്ചിട്ടില്ല. അവൻ ഇവിടെ വരെയൊക്കെ എത്തിച്ച്. അവൻ ജീവനോടുണ്ടായിരുന്ന അങ്ങ് അറ്റം വരെ അവൻ്റെ മക്കളെ ഉയർത്തി അവൻ കൊണ്ടുവന്നേനെ. ഇതിങ്ങനൊരു അപകടം ഉണ്ടാണ് ഞങ്ങൾക്കൊരു തീരാ ദുഃഖമാണ് ഉണ്ടായിപ്പോയിരിക്കുന്നത്. ഞങ്ങൾക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അത്ര വിഷമമുണ്ട്. സ്വന്തം കുടുംബം പോലാണ് നമ്മുടെ അയൽ വീട് പോലും നിങ്ങളുടെ അത്രയും സഹകരണമായിരുന്നു. മരിച്ചെന്ന് കേട്ടപ്പോഴേ നമ്മുടെ മനസ്സും തകർന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ വയ്യാതങ്ങായി. അത്ര സ്നേഹമുള്ള മോനായിരുന്നു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ മുക്കാണിമുക്കെന്ന് പറഞ്ഞ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരു ടിപ്പർ ലോറി വന്ന് അപകടമുണ്ടായി. 3ഓളം ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. അവിടെ കഴിഞ്ഞ ഈ കൊട്ടാരക്കര പ്രദേശങ്ങളിലൊക്കെ ട്യൂട്ടോറിയൽ കോളേജിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പഠനം നൽകി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്ന ഹരിലാൽ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനും മരണപ്പെട്ടു. നിരവധി ശിഷ്യസമ്പത്തുള്ള ഒരു മനുഷ്യനാണ്. സമൂഹത്തിലും നാടിനുമൊക്കെ വളരെ അദ്ദേഹത്തെ ആദരവോടെ കൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മാതൃകയായിട്ട് പലരും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഈ വീട്ടിൽ മരണാനന്തര കർമ്മം നടക്കുമ്പോൾ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്തുള്ളവരും നാട്ടിലുള്ള നിരവധി ജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായിട്ട് ഉള്ള ഓരോ കാര്യങ്ങളും എന്താണ്, എപ്പോഴാണ് ഈ വിവരം അറിയുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഇന്നലെ കാലത്തെ ആണോ ഇവിടുന്ന് പോയത്? അന്ന് രാവിലെ 7 മണിക്ക് ക്ലാസ്സിൽ പോയത് ആളാണ്. അങ്ങനെ ഞാൻ അറിഞ്ഞില്ല. പിന്നെ എൻ്റെ അമ്മ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ. കാലത്തെ കാപ്പിയെ കുടിച്ചിട്ടാണ് എത്ര മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി? 7 മണിയായപ്പോ ഇറങ്ങി. 7 മണിയായപ്പോ ചായ മാത്രമേ കുടിച്ചോളൂ? ചായ മാത്രമേ കുടിച്ചു. എന്നും ഇതണക്ക് ചായ മാത്രം കുടിച്ചിട്ടാണോ വീട്ടിൽ നിന്ന്? എന്നും ചായ മാത്രമേ കുടിക്കാറുള്ളൂ. ഓടനോടത്തെ ക്ലാസ്സിന് പോകുന്ന ടൈമിൽ വീട്ടിൽ വന്ന് കഴിക്കും. കൊട്ടാരക്കരയ്ക്കാണെങ്കിൽ സാർമാരുടെ കൂടെ പുറത്തു പോയി കഴിക്കും. എന്നിട്ട് വൈകുന്നേരം വരെ ഈ ട്യൂഷൻ സെന്ററിലാണോ? അല്ല, ഇൻഷുറൻസിന്റെ വർക്കുണ്ട്. അതുകൊണ്ട് ട്യൂട്ടോറിയൽ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പിന്നെ ഇൻഷുറൻസിന്റെ പോർട്ടർ ഓഫീസ് ഉണ്ട് കടയ്ക്കോട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ കുറെ ടൈം അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഈ വാർത്ത ടിവിയിൽ ഈ വാർത്ത കണ്ടിരുന്നു? ഞാൻ വാർത്ത കണ്ടപ്പം ഒരിക്കലും ചേട്ടൻ അതിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ലിങ്ക് ഞാൻ ചേട്ടന്റെ വാട്സാപ്പിൽ ഇട്ട് കൊടുത്ത്, ചേട്ടൻ അറിഞ്ഞോ ഇങ്ങനെ മുക്കോണിമുക്ക് സംഭവം ഉണ്ടായത് അറിഞ്ഞോന്ന്. അന്നേരം എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു എന്റെ ചേട്ടൻ അതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു അപകടം നടന്നപ്പോൾ അറിയാൻ വേണ്ടിയാണ് അത് ഇട്ട് കൊടുത്തത്. അതെ, ചേട്ടൻ അറിയാൻ വേണ്ടിയാ ഇട്ട് കൊടുത്തത്. പിന്നീട് അത് നോക്കാതിരുന്നപ്പോഴും പിന്നീട് അമ്മ ഫോൺ ചെയ്ത് പറഞ്ഞാണോ? ആരാണ്? അമ്മ വീട്ടിൽ വന്ന് എന്നിട്ട് അതിനകത്തുള്ള ആൾക്കാർ കൂടെ വന്നപ്പം സാറിന് ആക്സിഡന്റ് ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞത്. അന്നേരം ഇന്ന കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല. അന്ന് ഞാൻ പെട്ടെന്ന് ചേട്ടന്റെ ഫോണിൽ വിളിച്ചു, ചേട്ടൻ എവിടാന്നറിയാം. എന്നിട്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോഴെങ്കിൽ ചെറിയ പേടി തോന്നി. എന്നിട്ടും ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞ്. എന്നിട്ട് വീട്ടിൽ അമ്മ വന്ന് 11 ആയപ്പോൾ ഞാൻ അറിഞ്ഞത് എന്നെ വിട്ടു പോയെന്ന്. പിന്നീട് ആണോ ബോഡിയൊക്കെ പിന്നെ ആശുപത്രിയിലായിരുന്നല്ലേ? ആശുപത്രിയിലായിരുന്നു. പിറ്റേന്നാ കൊണ്ടുവന്നത്. പിന്നെ എത്ര കുട്ടികളാ ഉള്ളത്? 2 ആൺപിള്ളേരാ ഉള്ളത്. മക്കളൊക്കെ പഠിക്കുകയാണോ? ഇളയ മോൻ 9th-ലും മൂത്ത മോന് പിന്നെ ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുക. അപ്പം നമ്മുടെ ഈ വീട്ടിന്റെ ഏക ആശ്രയമായിരുന്നു, മറ്റെന്തെങ്കിലും വരുമാനം ഉണ്ടോ? ഒന്നുമില്ല, എന്റെ ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾക്കെല്ലാം. ഹരിലാലിന്റെ വരുമാനത്തിലാണ് ഈ വീട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ട്യൂട്ടോറി പഠിപ്പിക്കുന്ന സാറിന്റെ വരുമാനത്തിലാണ് എന്റെ കുടുംബം ഞങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് വേറെ വരുമാനം തന്നെ ഇല്ലായിരുന്നു. അല്ല, വേറെന്തെങ്കിലും ജോലിക്ക് പോകാനോ പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ജോലിക്ക് അങ്ങനെ മുൻപ് പോയിട്ടുണ്ടോ? ഒന്നും ജോലിക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ചേട്ടന്റെ വരുമാനത്തിലാണ് കഴിഞ്ഞത്. ചേട്ടനെ ഈ ഇൻഷുറൻസിൻ്റെതും ഈ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് കുടുംബം കഴിയാനുള്ളതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരുമായിരുന്നു. എല്ലാം കൊണ്ട് A to Z കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ഇപ്പം കിട്ടുമോ? 5 ലക്ഷം രൂപ ഓൾറെഡി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ എന്തെങ്കിലും സർക്കാർ ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അപ്പം വേറെ ഒരു വരുമാന മാർഗ്ഗമില്ല. അപ്പം മകനും ഒക്കെ ഒരു 22 വയസ്സ് കഴിഞ്ഞ് നിൽക്കുകയല്ലേ? 22 വയസ്സ് കഴിഞ്ഞേക്ക് വേറെ വരുമാന മാർഗ്ഗം ഒന്നുമില്ല. ആ. ചേട്ടന്റെ ചെറിയ വരുമാനത്തിൽ ഞങ്ങൾ കൊച്ചൊരു കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അത് നിരസിച്ചപ്പോൾ ഞങ്ങൾക്ക് ആരും ഇല്ലാതായി. ആ. അപ്പൊ ഇവിടുത്തെ ഈ MLA നേരത്തെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ സാറിന്റെ മണ്ഡലമല്ലേ ഇത്? അത് ബാലഗോപാൽ സാറിന്റെ മണ്ഡലം ഇത്. അപ്പം എന്തായാലും ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിനൊക്കെ ഒരു അപേക്ഷ കൊടുക്കുമല്ലേ? കൊടുക്കണം. സാറിനോട് എല്ലാം പറയണം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തൊഴിൽ മാർഗമായിട്ടോ എന്തെങ്കിലും ജോലി മാർഗമായിട്ടോ കുടുംബത്തിന് കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി തുണയണമെന്ന് തന്നെ പറയുന്നു. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയല്ലോ ഞങ്ങൾക്ക്. അതേപോലെ തന്നെ ഈ ഇപ്പം വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, വെഹിക്കിൾമാരുടെ ഉത്തരവാദിത്തമാണ് ഈ വാഹനങ്ങൾ ഫിറ്റ്നസ് കൊടുക്കുക. അപ്പൊ അത് ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയായിട്ട് മനസ്സിലാക്കുന്നില്ലേ ഇതൊക്കെ? പിന്നെ തീർച്ചയായിട്ടും ഈ വെഹിക്കിൾമാരുടെ ഒരു വീഴ്ചയാണ് ഈ വാഹനം ഇത്തരത്തിൽ നിരവധി തവണ അപകടം ഉണ്ടാക്കിയ ഒരു വാഹനമാണ്. ലൈസൻസ് ഇല്ലാത്ത ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുക, അങ്ങനെ നിരുത്തരവാദപരമായ കാര്യങ്ങൾ സർക്കാരിന്റെ ഈ സംവിധാനത്തിൽ നിന്നൊക്കെ ഉണ്ടായതായിട്ടൊക്കെ മനസ്സിലാകുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും വെഹിക്കിൾമാരുടെ കുഴപ്പം തന്നെയാണ്. അതുകൊണ്ട് അവരെല്ലാം തുണയായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ എന്തായാലും സർക്കാരിന്റെ ഇതല്ലാതെ ഈ ഒരു ചെറിയൊരു സഹായം കൂടാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഒരു സഹായത്തിന് വേണ്ടി അപേക്ഷ നൽകുമെന്നാണ് അല്ലേ? ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് സർക്കാർ ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് ഇന്നലത്തെ മകനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർമ്മ? മകനെ നഷ്ടപ്പെട്ടതിൽ ഭയങ്കര ദുഃഖമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നു പോയിരിക്കുകയാണ്. അവനൊരു 22 വയസ്സുള്ളൊരു മോനുണ്ട്. അവനെങ്ങും ഒരു ജോലിയായിട്ടില്ല. എൻ്റെ മോൾക്ക് ഇച്ചിരി വിദ്യാഭ്യാസമുണ്ട്. അവൾക്കൊരു കൊച്ചു ജോലി, എൻ്റെ മോനൊരു ജോലിയൊക്കെ കിട്ടിയ ഈ കുടുംബത്തിന് വളരെയേറെ സഹായമായിരുന്നു. സർക്കാർ ഒരു ചെറിയ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കൂടാതെ എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെട്ടു പോയാനെ. എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടിയിരുന്നെങ്കിൽ ഈ കുടുംബം എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോയേനെ. എനിക്ക് 3 പെൺപിള്ളേരാണ്. അതിലെ മൂത്ത മോളാണിത്. ഇതുവരെ അവർ നല്ല രീതിയിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ അല്ലലുകളൊന്നും അവരെ അറിയിച്ചിട്ടില്ല. അവൻ ഇവിടെ വരെയൊക്കെ എത്തിച്ച്. അവൻ ജീവനോടുണ്ടായിരുന്ന അങ്ങേറ്റം വരെ അവൻ്റെ മക്കളെ ഉയർത്തി അവൻ കൊണ്ടുവന്നേനെ. ഇതിങ്ങനൊരു അപകടം ഉണ്ടായത് ഞങ്ങൾക്കൊരു തീരാ ദുഃഖമാണ് ഉണ്ടായിപ്പോയിരിക്കുന്നത്. ഞങ്ങൾക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞ് ഭയങ്കര ദുഃഖത്തിലാണ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം. അതിന് സർക്കാർ എന്തെങ്കിലും വേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കുടുംബത്തിനും എല്ലാവർക്കും ഒരു നല്ല സഹായമായി ഞങ്ങൾ കണ്ടേനെ. നല്ല അയൽക്കാരനായ ഒരു മോനായിരുന്നു. ഞങ്ങൾ അയൽക്കാരാണ്. ഇവൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഹൃദയം തകർന്ന് അത്ര വിഷമമുണ്ട്. സ്വന്തം കുടുംബം പോലാണ് നമ്മുടെ അയൽ വീട് പോലും നിങ്ങളടുത്ത് അത്രയും സഹകരണമായിരുന്നു. മരിച്ചെന്ന് കേട്ടപ്പോഴേ നമ്മുടെ മനസ്സും തകർന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ വയ്യാതങ്ങായി. അത്ര സ്നേഹമുള്ള മോനായിരുന്നു. നമുക്ക് ചെറുതിലോട്ടേ അറിയാം. ട്യൂട്ടോറിയലൊക്കെ സാർ നല്ലതായിട്ട് ക്ലാസ് എടുക്കുകയും എല്ലാവരുമായിട്ട് നല്ല ഇപ്പം തന്നെ സാറ് ചെയ്യുന്ന വർക്കുകളിലൊക്കെ നമുക്ക് ഇതിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. സാർ അത് ചെയ്ത് വീട്ടിൽ കൊണ്ടുതരികയും നമുക്ക് വലിയൊരു നഷ്ടമായി. ഈ നാടിന് തന്നെ ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളൊന്നും പക്വതയായിട്ടില്ല. 2 കുഞ്ഞുങ്ങളും 2 പേരും പക്വതയായിട്ടില്ല. മൂത്തവനും ജോലിയായിട്ടില്ല. പിന്നെ ഇളയവൻ പഠിച്ചുകൊണ്ടിരിക്കും. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ അവർക്ക് തന്നെ 3 പെൺപിള്ളേരുള്ള വീട്ടിലെ മൂത്ത കൊച്ചാ അവള്, വൈഫ് എന്ന് പറയുന്നത്. പിന്നെ അവൾക്കിളയത് 2 പെൺപിള്ളേരാ. അവൾക്ക് ആങ്ങളമാരില്ല. പിന്നെ അവൾക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. അന്നേരം എന്തെങ്കിലും നല്ലൊരു സഹായം സർക്കാർ ചെയ്തു കൊടുത്താൽ അവർക്കിപ്പോൾ കുറേ കടമുണ്ടെന്നാ പറയുന്നത്. ഇന്നലെ തന്നെ ആ മോനെ 5 പേരോ വിളിച്ചെന്ന് പറയുന്നു. ആൾക്കടമായിട്ടും കുറെ കടമുണ്ട്. മരണം അറിഞ്ഞതിന്റെ അന്ന് തന്നെ കടത്തിന്റെ ആൾക്കാർ വിളിച്ചെന്നോ? ഇന്നലെ അടക്കം കഴിഞ്ഞിട്ട് 5 പേരെങ്ങാണ്ട് 5 or 6 പേരെ വിളിച്ചെന്ന് പറയുന്നു മോനെ, മൂത്ത മോനെ. അവന് ജോലിയൊന്നും ആയിട്ടില്ല. അന്നേരം അതൊക്കെ ഒന്ന് പിടിച്ചു നിർത്തി മുമ്പോട്ട് പോകാനുള്ളൊരു നല്ലൊരു സപ്പോർട്ട് സർക്കാർ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരാഗ്രഹം. അനുജനാണോ? അതെ, അനുജനാണ്. എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? സംഭവം ഈ മരണം നടന്ന ദിവസം 23-ാം തീയതി രാവിലെ 7 മണിയോടുകൂടി എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഫോൺ ചെയ്ത് പറയുമായിരുന്നു. അത് മരണനാട്ടല്ല, ഇങ്ങനെ എൻ്റെ ചേട്ടനൊരു ആക്സിഡൻറ്റ് പറ്റി, നമുക്ക് ഹോസ്പിറ്റലിൽ ഇരുന്ന് പോകണം. അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നതാണ്. അപ്പം അപകടം നടന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയാണ് ഇങ്ങനെ ഈ അവിടെ ഒരു അപകടം എന്ന കാര്യമൊക്കെ അറിഞ്ഞത്. പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ലോറി അപകടമാണെന്നും ഇങ്ങനെ ഒരുപാട് പേര് മരിച്ചെന്നുള്ള ഒരു കാര്യം അറിഞ്ഞത്. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കുന്ന പോലീസുകാർ വന്ന് മരിച്ചവർ 2-3 പേരുണ്ട്. പക്ഷേ ആൾക്കാരുടെ പേരൊന്നും അറിയാത്തതുകൊണ്ട്
കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ടി വന്നു. അപ്പോഴാണ് ഒരു പോലീസുകാരൻ ഇങ്ങനെ വന്ന് പറഞ്ഞ് 3 പേര് മരിച്ചിട്ടുണ്ട്. ആ 3 പേരുടെ പേര് വായിച്ചു. അപ്പം 3ാമത് ചേട്ടൻ്റെ പേരായിരുന്നു വായിച്ചത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും മാറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മാറി നിന്നു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു ഇതുപോലെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്ന ഫയർഫോഴ്സുകാർ ബോഡി എടുക്കുന്ന സമയത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്ന പേഴ്സും അതെല്ലാം പോലീസുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പേഴ്സ് അപ്പോൾ കൈ തന്നു. അപ്പോൾ അതിൽ പൈസ കൂടുതലൊന്നുമില്ലായിരുന്നു. പിന്നെ പൈസ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരുന്നായിരുന്നു. അത് പോലീസുകാർ ഞങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ എണ്ണി തിട്ടപ്പെടുത്തി പിന്നെ FIR റെഡിയാക്കിയതിന് ശേഷം തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എന്നെ വിളിച്ച സ്റ്റേഷൻ ചെല്ലണമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു. അങ്ങനെ ചെന്നു. ഞങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ എണ്ണി തിട്ടപ്പെടുത്തിയ പൈസ അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് തിരിച്ച് തന്ന് ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്ത് എല്ലാം വാങ്ങിച്ചു. പോലീസിന്റെ ഭാഗത്ത് ഉത്തരവാദിത്തപരമായുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. പിന്നെ പോലീസുകാരെല്ലാം വളരെ ഫയർഫോഴ്സ് ആണ് എടുത്ത് ഈ പോലീസുകാരെ ഏൽപ്പിക്കുന്നത്. പോലീസുകാരും ഫയർഫോഴ്സ് നല്ല രീതിയിൽ കാര്യം ചാനലിലെല്ലാം ലൈവ് ആയിരുന്നല്ലോ, അവരൊക്കെ എല്ലാം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. അതൊക്കെ എല്ലാവരും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസുകാരെല്ലാവരും എല്ലാം നല്ല രീതിയിൽ പെരുമാറ്റമായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ ചെന്നു, അങ്ങനെ ക്യാഷ് തിരിച്ചേൽപ്പിച്ചു, നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്.